ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, മൈൻഡ്, സ്വാള്, ഇതിനെക്കുറിച്ചാണ്. ബോഡി, മൈൻഡ്, സ്വാള്. എന്താണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്? മനസ്സിന് പ്രത്യേകിച്ച് അങ്ങനെ നിർവചിക്കാനൊന്നും പറ്റില്ല അല്ലേ? മനസ്സിന് തൊട്ട് നോക്കാനൊന്നും സാധിക്കില്ല. അവിടെ കുറച്ച് ഫീലിങ്സും കുറച്ച് ഇമോഷൻസും കുറേ ആഗ്രഹങ്ങളും കുറേ ലക്ഷ്യങ്ങളും കുറേ ആറ്റിറ്റ്യൂഡ്സും ഒക്കെയാണുള്ളത്. അതിന് തൊടാനൊന്നും പറ്റില്ല. നമുക്ക് തൊട്ട് നോക്കിയ വിവരം അറിയാം. ഇലക്ട്രിസിറ്റീനെ തൊട്ട് നോക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിച്ച് വീഴുകയും ചെയ്യും. അതാണ് മനസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ചിന്തകളുടെ ഒരു ഉൽപ്പന്നമാണ് മൈൻഡ്. തലച്ചോറിൽ ഈ സെറിബ്രം എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിപ്പിക്കുന്ന സംഭവം. ഈ സാധനം നിലച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്താശേഷി നഷ്ടപ്പെടുന്നുണ്ട്. നമുക്കത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. സെറിബ്രം ഏറ്റവും വലിയ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണെന്നൊക്കെ, ചിന്തയുടെ ശക്തി മുഴുവൻ അവിടെയാണെന്നൊക്കെ. അപ്പം മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്ന് നിറയും. നല്ലതും ഉണ്ടാവും, ചീത്തതും ഉണ്ടാവും. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് മനസ്സിനെക്കുറിച്ച്, പൂർണ്ണമായും മനസ്സ് എന്നതിനെക്കുറിച്ചല്ല. നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ്, ഇത് മൂന്നും കണക്റ്റഡാണ്. എന്താണ് നമ്മുടെ മനസ്സിന് വേണ്ടത്, എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്, എന്താണ് നമ്മുടെ സോളിന് വേണ്ടത്? അതുപോലെ നമ്മുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ ഡിലീറ്റാക്കി നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ഇതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതിന് നമ്മൾ ഹീലാവണം. എങ്ങനെയാണ് ഹീലാവുക? നമ്മൾ ഹീലായാൽ മാത്രമാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പാസ്റ്റിലെ വേദനപ്പെടുത്തുന്ന ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹീലാവാൻ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ഉണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പേപ്പർ ബേണിംഗ് ടെക്നിക്ക്, ഫോർഗീവ്നെസ്, ഓക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീലാവും. ഫോർഗീവ്നെസ് കൊടുക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഒരു അധ്യാപിക സ്കൂളിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ കുറച്ച് തക്കാളി ഒരു കവറിലാക്കി കൊണ്ടുവരണം. അപ്പോൾ കുട്ടികൾ അതനുസരിച്ചു. പിറ്റേ ദിവസം ഒരു കവറിൽ കുറച്ച് തക്കാളിയായിട്ട് അവർ വന്നു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഈ തക്കാളിയുടെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ, അതായത് നിങ്ങൾക്ക് വെറുപ്പുള്ള ആളുകളുടെ പേരെഴുതി വെക്കുക. അങ്ങനെ കുട്ടികൾ ഈ തക്കാളിയുടെ മുകളിൽ ആ പേരെഴുതി വെച്ചു. ടീച്ചർ പറഞ്ഞു, അതിൻ്റെ കവറിലേക്ക് ഇടുക, നിങ്ങളത് സൂക്ഷിക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനും ബാത്റൂമിൽ പോവുകയാണെങ്കിലും, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, പഠിക്കാനിരിക്കുകയാണെങ്കിലും, ആഹാരം കഴിക്കുകയാണെങ്കിലും ഒക്കെ, എന്ത് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും കൂടെ ഈ ഒരു കവർ നിങ്ങൾ സൂക്ഷിക്കണം, കൈ കരുതണം, ഒരിക്കലും നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. അപ്പം കുട്ടികൾ സ്കൂളിൽ വരുമ്പം ഈ തക്കാളി, പഴുത്ത തക്കാളി പഴുത്ത് ചീഞ്ഞളിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർക്കാണെങ്കിൽ ഇതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല. ഈ ടീച്ചറാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അതായത് കളി അവസാനിച്ചിട്ടില്ല, അതൊരു ഗെയിമാണ് അവർക്ക് കൊടുത്തത്. അവസാനിക്കാറാവുമ്പോൾ ടീച്ചർ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ടീച്ചറൊന്നും പറയുന്നുമില്ല. അങ്ങനെ 7ാമത്തെ ദിവസമായി കുട്ടികളെ തക്കാളിയുടെ കവറുമായിട്ട് സ്കൂളിൽ വരികയും ഭയങ്കര ദുർഗന്ധം. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഈ കളി ഒന്ന് അവസാനിപ്പിക്കണം, കാരണം അതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു മറുപടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരുകളാണ് നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ളത്, അത് വെറുക്കുന്നവരുടെ പേര്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും ആയിത്തീരുക. കാരണം ഈ തക്കാളി അരിഞ്ഞ് നമുക്ക് അതിൻ്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വലിച്ചെറിയാൻ തോന്നുന്ന വിധം നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നമ്മുടെ മനസ്സിൽ ഇതേ അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ ദുഷ്ടന്മാരായ ആളുകളുടെ പേര് എഴുതി വെച്ച് അവരോടുള്ള വിദ്വേഷം നമ്മൾ എത്രത്തോളം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സ് ഇതുപോലെ അലിയാൻ തുടങ്ങും. ഇങ്ങനെ ചീഞ്ഞളിയാൻ തുടങ്ങുമ്പോൾ ഇത് എവിടെ ബാധിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നു. പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഇതിന് പ്രൊഡക്റ്റാണ്.
നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായി പക, വിദ്വേഷം, വെറുപ്പ്, പകരം വീട്ടുക എന്നുള്ള മനോഭാവം ഇതെല്ലാം കൊണ്ട് നടന്ന് ഇത് വലിയ ചീഞ്ഞളിഞ്ഞ തക്കാളിയെ പോലെ നമ്മുടെ മനസ്സായിത്തീരും. ദുർഗന്ധമായിരിക്കും നമ്മുടെ മനസ്സിൽ. അത് നമ്മുടെ ബോഡിയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും കണക്റ്റഡാണ്. നല്ല മനസ്സ് വേണമെങ്കിൽ നല്ല ചിന്തകൾ നമ്മളവിടെ ഉണ്ടാക്കണം. അതേപോലെ നമ്മുടെ ശരീരത്തിന് നല്ല ചിന്തകളുണ്ടെങ്കിൽ നല്ല ആഹാരം, നല്ല എക്സസൈസ് ഒക്കെ കൊടുക്കണം. ചിന്തകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കും. നമ്മൾ എന്ത് നല്ല ആഹാരം കഴിച്ചാലും ഈ ചിന്ത മോശമാണെങ്കിൽ ശരീരത്തിനെ ബാധിക്കും. മൂന്നും കണക്റ്റഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ ആത്മാവിന് വേണ്ടതെന്താണ്? മോക്ഷമാണ്. ശരിയാണ്. മോക്ഷം കിട്ടുക എന്ന് പറയുമ്പം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളെ സഹായിക്കുക, പകരം ചെയ്യാതെ സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ലവ്, ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വൈബ്രേഷൻ കൂടുകയും എന്താണ് നമുക്കുണ്ടാകുന്നത്? നമ്മുടെ കർമ്മ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സോളിനെന്താണ്? മോശം പതിയെ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇത് മൂന്നും കണക്റ്റഡാണ്. അപ്പോൾ നല്ല ചിന്തകൾ നമ്മൾ എന്നും ഡെയിലി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ ഹീലിംഗ് നടക്കണം. ഞാൻ പറഞ്ഞ പോലെ ഹീലിംഗ് നടക്കുക, അൺകണ്ടീഷണൽ ലവ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൊണ്ട് നിറയണം. ഫോർഗീവ്നെസ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുക. നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മളൊരാളടുത്ത് പോയി എന്നോട് ക്ഷമിക്കൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിലാക്സ് ആയിട്ടൊരു സ്ഥലത്തിരുന്ന് അവരെ ഒന്ന് മനസ്സിൽ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വിഷ്വലൈസേഷൻ കൊടുത്ത് നമ്മളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഇങ്ങനെയും കൊണ്ടുവന്നതാണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാം. അവരെ ഫ്രീ ആക്കി വിടാം, അവർ ബ്ലെസ് ചെയ്യാം. അതേപോലെ തിരിച്ചവരും നമുക്കും ബ്ലെസ്സിങ് തരുന്നത് പോലെ നമ്മളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും. ഇങ്ങനെയാണ് ഫോർഗീവ്നെസ് ചെയ്യുക. ഉപാധികളില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോകും, കൺസൾട്ട് ചെയ്യും, ഓക്കെ, മരുന്ന് വാങ്ങി കഴിക്കും. മനസ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് വീണ്ടും കൂടുതൽ ചിന്തിച്ച് വീണ്ടും ഇല്ലാത്ത അസുഖം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ മൈൻഡ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഹീലിംഗ് ചെയ്ത് മനസ്സിന് വേണ്ട പ്രൊഡക്റ്റ്, അതായത് ഇതാണ് സന്തോഷവും സമാധാനം നമ്മൾ കൊടുക്കുക. ശരീരത്തിന് വേണ്ടത് നല്ല ആരോഗ്യം നമ്മൾ കൊടുക്കുക, നല്ല ആഹാരം നമ്മൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, ജങ്ക് ഫുഡൊക്കെ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, പിന്നെ ബോധമുള്ളവരായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രശ്മി ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ആവുക. അതിലെല്ലാ ദിവസവും നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കാനുള്ള എല്ലാ പ്രാക്ടീസുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സുകൾ അതെല്ലാം അതിലാണ് കൊടുക്കുന്നത്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ്, ഇപ്പോൾ അബണ്ടൻസ് ചാലഞ്ച് 21 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഫർമേഷൻസ് അതെല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ആ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.